സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ റിസർച്ച് സേഫ് വിമൻ സേഫ് കേരള വനിതാ കൂട്ടായ്മ നാളെ രാത്രി 9:30 മണി മുതൽ തിരുവനന്തപുരം നഗരത്തിൽ സംഘടിപ്പിക്കുകയാണ്. യൂണിവേഴ്സിറ്റി കോളേജ് ജംഗ്ഷൻ മുതൽ ആയുർവേദ കോളേജ് ജംഗ്ഷൻ വരെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവർ നിർവഹിക്കും. റിസർച്ച് എന്ന് പറഞ്ഞാൽ പുനരുദ്ധാനം അല്ലെങ്കിൽ പുതുജീവൻ എന്ന ആശയമാണ് പ്രതിനിധീകരിക്കുന്നത്. ഭയത്തിന്റെ അതിർവരമ്പുകൾ മറികടന്ന് സ്വന്തം ഇടം ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്ന സ്ത്രീ ശക്തിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. പകൽ മാത്രമല്ല, രാത്രിയിലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് പോകേണ്ടത് ആണ് എന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സ്ത്രീ സാക്ഷരതയിലും സ്ത്രീ വിദ്യാഭ്യാസത്തിലും തൊഴിൽ പങ്കാളിത്തത്തിലും എല്ലാം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്നവർ, പഠനത്തിനും ചികിത്സയ്ക്കും യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ, അങ്ങനെ രാത്രികളിലും സ്ത്രീകൾ മുന്നോട്ട് വരേണ്ടത്. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ടും രാത്രിയും പകലും സ്ത്രീയും പുരുഷനും എന്ന അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ എല്ലായിടത്തും ഇല്ലെങ്കിലും ചിലയിടത്തൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് പൊതു ഇടങ്ങൾ സ്ത്രീകളുടേത് കൂടിയാണ് എന്ന സാമൂഹ്യ ബോധം സൃഷ്ടിക്കുകയും സ്ത്രീ സുരക്ഷയും സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും തുടങ്ങുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. സ്ത്രീ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച്, സർക്കാരിന്റെ സംവിധാനങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനുള്ള പരിപാടികൾ അവിടെ ഉണ്ടാകും. സ്വയരക്ഷ, ആരോഗ്യം, കായികക്ഷമത എന്നിവ പ്രോത്സാഹിപ്പിക്കൽ, വനിതാ സംരംഭകർക്ക് അവരുടെ സംരംഭങ്ങൾ വിപണനാവസരം, അതുപോലെ വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും കൂട്ടായ്മകളിലൂടെ സ്ത്രീ സൗഹൃദ നഗരമെന്ന ആശയം മുന്നോട്ട് വയ്ക്കൽ എന്നിവയും ഈ പരിപാടിയുടെ ലക്ഷ്യങ്ങളിലുണ്ട്. വനിതാ ബുള്ളറ്റ് റൈഡേഴ്സ് അവരുടെ റാലിയോട് കൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത്. അതോടൊപ്പം ഷീറ്റ് സൈക്ലിംഗ് കൂട്ടായ്മയിലെ വനിതകളുടെ സൈക്ലിംഗ് റാലിയുണ്ട്. പൂജപ്പുര 40 പെൺകുട്ടികളുടെ സ്കേറ്റിംഗ്, അങ്ങനെ വിവിധങ്ങളായ പരിപാടികളും പദ്ധതികളുമാണ് ഈ സമയത്ത് നടക്കുന്നത്. രാവിലെ വെളുപ്പിലെ 1 മണി വരെ ഈ പരിപാടി ഉണ്ടാകും. സ്ത്രീകൾക്ക് സ്വതന്ത്രമായി കടന്നു വന്ന് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവരുടേതായ ഒരു ഇടം രാത്രിയിൽ. ഇത് ഒറ്റ ദിവസം കൊണ്ട് ഈ പരിപാടി, ഒരു രാത്രി സ്വാതന്ത്ര്യം കിട്ടിയത് അർദ്ധരാത്രിയിലാണ്. ആ അർദ്ധരാത്രിയിൽ ആ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് കൂടി ഉള്ളതാണ് എന്ന് ചിലയിടത്തെങ്കിലും ബോധ്യം ഇല്ലാതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മാറ്റം ഉണ്ടാണ്. ഇതൊരു സർക്കാരിന്റെ തുടക്കമാണ്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് വനിതാ നയവും ശിശു നയവും ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ പോലും ഒരിടത്തും ആക്രമിക്കപ്പെടരുത് എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് സംസ്ഥാനത്തെ വനിതാ വികസന വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഉണ്ടാകുന്ന പരമാവധി പ്രശ്നങ്ങളും അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലും പ്രതിരോധ പ്രവർത്തനത്തിനും സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉയർച്ച അല്ലെങ്കിൽ അതിനെ പരിഷ്കൃത സമൂഹം എന്ന് വിളിക്കണമെങ്കിൽ തീർച്ചയായും സ്ത്രീകളുടെ കൂടി സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അക്കാര്യങ്ങൾ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോവുകയാണ്. ഈ പരിപാടിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് വകുപ്പിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. വെളുപ്പിലെ 1 മണി വരെ. അല്ല, രാത്രി നമ്മളൊക്കെ സാധാരണ അവിടെ പങ്കെടുക്കുന്ന എല്ലാ സ്ത്രീകളും സെലിബ്രിറ്റീസാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പരമാവധി സ്ത്രീകളെ ക്ഷണിച്ചിട്ടുണ്ട്. എത്താൻ പറ്റുന്നവരൊക്കെ എത്തും. രാത്രി 9:30. വെന്യൂ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ടില്, നമ്മുടെ പാളയം മാർക്കറ്റിന്റെ ഇപ്പുറത്ത്. അവിടെ ഉദ്ഘാടനം നടക്കും. അത് കഴിഞ്ഞ് ഒരു ചെറിയ നടപ്പുണ്ട്. അതുപോലെ ബുള്ളറ്റ് റൈഡിങ്ങും സൈക്ലിങ്ങും അങ്ങനെ എല്ലാം, കളരിപ്പയറ്റ് ഉൾപ്പെടെ എല്ലാം വിവിധ ഇടങ്ങളിലായി സ്റ്റാളുകളുണ്ട്. അതുപോലെ പല പല കോർണേഴ്സ് ആയിട്ട് നമ്മളിങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജ് തൊട്ട് ആയുർവേദ കോളേജ് വരെ, നമ്മുടെ MG റോഡ് മൊത്തം പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം. അതെ. അല്ല, കണ്ടിന്യൂഷൻ ഇനിയും പരിപാടി, അതാ ഞാൻ പറഞ്ഞ വനിതാ നയം നടപ്പാക്കാൻ പോവുകയാണ്. അതിന്റെ ഡ്രാഫ്റ്റായി. ഓണം കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ആ പരിപാടി നയം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ടും. അതിൽ ഏറ്റവും രാത്രി നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയത് എല്ലാവർക്കും കിട്ടിയ സ്വാതന്ത്ര്യമാണ്. ചിലയിടത്തേക്ക് ഇപ്പൊ ഡൽഹി പീഡന കേസ് നടന്നു. പ്രതി ഉൾപ്പെടെ സമൂഹത്തിൽ പലരും ചോദിക്കുന്ന ചോദ്യം എന്താ, ആ കുട്ടി എന്തിന് 9 മണിക്ക് ശേഷം പോയിന്ന? ആ ചോദ്യം പലയിടത്തുനിന്നും പല കോണിൽ നിന്ന് ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക.
സ്ത്രീ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, എല്ലാ കാലത്തും അത് തന്നെയാണ്. സ്ത്രീകൾ ജോലിക്കായി, മാധ്യമപ്രവർത്തകര്, ആരോഗ്യ പ്രവർത്തകര്, സമൂഹത്തിന് ഇപ്പൊ ഞാൻ അടക്കമുള്ള കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകൾ രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ യാത്ര ചെയ്യുകയും തൊഴിലിലും മറ്റു കാര്യങ്ങളിലും ഇടപെടേണ്ടവരാണ്. സ്ത്രീ എന്നതിൽ മാറ്റി നിർത്തപ്പെടാൻ പറ്റുന്നില്ല. ഒരുപാട് സ്ത്രീകൾ സങ്കടങ്ങൾ ഇതുമായി, നിങ്ങൾക്കല്ല മാധ്യമപ്രവർത്തകർക്കാണ് കൂടുതൽ അറിയാവുന്നത്. അപ്പോൾ അത്തരം ഒരു സാമൂഹ്യ ചിന്താഗതി മാറ്റിയെടുക്കുക എന്ന ചരിത്രപരമായ അല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. അത് നിർവഹിക്കാനൊരു തുടക്കം മാത്രമാണിത്. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് അതുപോലെ പീഡനത്തിന്റെ മാത്രമല്ല, സ്ത്രീകളല്ലാതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ സ്ത്രീകളുടെ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ സ്ത്രീകളുടെ റോള് വലുതാണ്. ഇത് ഷെയർ ചെയ്യപ്പെടേണ്ടതാണ് എന്നൊരു ഫാമിലി കൂടി ഷെയർ ചെയ്യപ്പെടേണ്ടതാണെന്നുള്ളൊരു ബോധ്യം വരും തലമുറയ്ക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു പ്രസക്തമായൊരു കാര്യമാണത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ, ഗാർഹിക പീഡനങ്ങളും അതിനെ തുടർന്നുള്ള മരണങ്ങളും ഒക്കെ കേരളത്തിൽ ആറ്റുകാല ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട, അങ്ങനെ പലയിടത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന്, ഒരു സ്ത്രീധന പീഡനം അടക്കമുള്ള മറ്റു പീഡനങ്ങൾ, ഗാർഹിക അതിക്രമങ്ങൾ, അതൊക്കെ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇതാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുള്ള ഒരു ജീവിതം. പലരുടെയും ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ട്. ഒരു കഷ്ടപ്പാടുള്ള ജീവിതം എന്ന് വെച്ചാൽ എംപവേർഡ് വുമണാണ്. കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ സാമൂഹികപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തൊഴിൽപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടിയാണ്. അവിടെയാണ് ഷെയറിങ്ങിന്റെ ഈ ഗാർഹിക ഉത്തരവാദിത്തങ്ങൾ ഉൾപ്പെടെ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഏറ്റെടുത്ത്, സ്ത്രീ പുരുഷ അല്ലെങ്കിൽ മറ്റ് ലിംഗഭേദം ഏതും ഇല്ലാതെ എല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ് എന്ന വലിയ അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പദ്ധതികളും പരിപാടികളും കൂടി വനിതാ നയത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. കരടായി, പക്ഷെ അതിന് കൂടുതൽ ചർച്ചകളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. എല്ലാ ബന്ധപ്പെട്ട വനിതാ സംഘടനകളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ട് നിരന്തര ചർച്ചകൾ കൂടി നടത്തിയിട്ടേ തീരുമാനമെടുക്കുകയുള്ളൂ. അതെ, വനിതാ നയം ഒരു നയമായിട്ട്, സർക്കാരിന്റെ നയമായിട്ട് പ്രഖ്യാപിക്കും. ഈ നമ്മളെല്ലാ കാര്യങ്ങളും, ഇപ്പൊ നിയമം എപ്പോഴാ ലീഗൽ പ്രൊസീഡിങ്സ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ കഴിയുന്നത് ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ മാത്രമാണ്. ആ കുറ്റകൃത്യം നടക്കാതിരിക്കുക എന്ന സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുക എന്നതുകൂടി നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. സമൂഹത്തിനും സർക്കാരിന്റെ ഉത്തരവാദിത്തമുണ്ട്. അതും കൂടി നിർവഹിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഉണ്ടല്ലോ, അത് തൊഴിൽ വകുപ്പിന്റെ നിയമത്തിലുണ്ട്. അതിന് ലേബർ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഒരു സിഇഒ പോസ്റ്റ് ചട്ടത്തിൽ പറയുന്നത് അവിടെ തന്നെയുള്ള വകുപ്പിൽ തന്നെയുള്ള ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അതർ പ്രയാത്ത ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലേക്ക് കൊണ്ടുവരും. പക്ഷെ ഇപ്പോ ഒരു നീക്കം നടക്കുന്നത്, ശിശു വികസന വകുപ്പ് ഡയറക്ടർ സർക്കാരിലേക്ക് സ്പെഷ്യൽ സെക്രട്ടറി കത്ത് നൽകിയത് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനെ, മലപ്പുറത്തെ ഓഫീസറായ ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് എൻഒസി ചോദിച്ചുകൊണ്ട് ഒരു കത്ത് സർക്കാർ നൽകിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ സംഘടനാ നേതാവാണ്. എന്റെ ശ്രദ്ധയിൽ അല്ല, എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. പരിശോധിക്കാം. പരിശോധിക്കാം. നിയമത്തിനും ചട്ടത്തിനും വിരുദ്ധമായി ഒന്നും തന്നെ ചെയ്യുകയില്ല. പരിശോധിക്കാം. മറ്റൊന്നുമില്ലല്ലോ. കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് അന്ന് ശരിക്കും ഒരു മിൽമയുടെ വില വർധനവ് ആ സാഹചര്യത്തിൽ അനിവാര്യമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് എടുത്ത തീരുമാനമാണെങ്കിൽ പോലും കർഷകരെ സഹായിക്കാൻ ആ 4 രൂപ വർദ്ധിച്ചതിൽ 3.5 രൂപയും കർഷകർക്ക് തന്നെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സാധാരണ വില വർധന ഉണ്ടാകുമ്പോൾ അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് ആ വർധനവ് അപ്പോൾ അനിവാര്യമായിരുന്നു. പക്ഷേ എല്ലാ കാലത്തും നമുക്ക് പാലിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രം ഇത് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് മറ്റ് മാർഗങ്ങളിലൂടെ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് വകുപ്പ് ചെയ്യുന്നത്. 3 വർഷത്തിനപ്പുറം 1 കോടി ലിറ്റർ പാല് ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്ക് കേരളത്തെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മുഖ്യമന്ത്രി വിശദീകരിക്കും. അതിൽ കൂടുതലായി കഴിഞ്ഞ ഗവൺമെന്റ് വലിയൊരു വീഴ്ചയാണ് അതിൽ വരുത്തിയിട്ടുള്ളത്. അതെ, വലിയൊരു വീഴ്ചയാണ്. ഞങ്ങളുടെ ഗവൺമെന്റ് അതെല്ലാം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. എല്ലാം കൂടി ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഓണക്കാലത്ത് ഒരു സമാശ്വാസമായി തീർച്ചയായും അവരെ സഹായിക്കും. അതിനുള്ള നടപടികൾ നടക്കുന്നുണ്ട്.
അത് എല്ലാം സമഗ്രമായ ഒരു അന്വേഷണം അത് സംബന്ധിച്ച് നടക്കുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപനവും അത്തരം കാര്യത്തിലുണ്ട്. ഞങ്ങളുടെ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 3 പേരെ ചുമതലപ്പെടുത്തി ഈച്ച് ആൻഡ് എവറി ഡോക്യുമെന്റ്സ് ചെറുതും വലുതുമായ എല്ലാ രേഖകളും പരിശോധിച്ച് കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്നുമില്ലല്ലോ. താങ്ക് യു. നിങ്ങൾ എല്ലാവരും, ഞാൻ ആദ്യം പറഞ്ഞു, എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള മാറ്റത്തിന് എന്നും നേതൃപരമായി പങ്കുവഹിക്കുന്നവരാണ് മാധ്യമ സുഹൃത്തുക്കൾ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ സമൂഹത്തെ നന്നായി കൊണ്ടുപോകാം. താങ്ക് യു.